നമസ്കാരം. ഹരി, ഈ അലമ്പാവണ്ടെന്ന് വിചാരിച്ചാലും രാവിലെ എല്ലാവരും കൂടി അലമ്പാക്കും അല്ലേ? രാവിലെ ഒരു നല്ല ചർച്ച എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇല്ല, അലമ്പ് ചർച്ച തന്നെ മതി എന്നുള്ള പിടിവാശിയിലാണ് ചിലർ. അതുകൊണ്ട് നമുക്ക് ഇന്ന് അലമ്പ് ചർച്ച മുന്നോട്ട് പോകാം. അതിന് വിഷയമൊന്നും അധികം തപ്പേണ്ടി വന്നില്ല. രാവിലെ നോക്കിയപ്പോൾ ഈ മൊത്തം അലമ്പാണ്. പ്രധാനമന്ത്രി കൊച്ചിയിൽ വരുന്നു. അദ്ദേഹം പുതിയതായിട്ടുള്ള 2 6 പാതകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. NH-66 അല്ലേ? പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു പരാതിയുടെ പുറത്ത് മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇതും പോരാഞ്ഞിട്ട് ഈ വീടിൻ്റെ പാലുകാച്ച് നടക്കുന്നത് മുൻവശത്താണ്. നിലവിളക്ക് കൊളുത്തി വളരെ ഭദ്രമായിട്ട് ഇതിൻ്റെ പാലുകാച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രതിഷേധിച്ച് ഇതിൽ വിളിക്കാത്തവരെല്ലാവരും കൂടെ ചേർന്ന് വീടിൻ്റെ അടുക്കളപ്പുറത്ത്, എച്ചിലും അഴുക്ക് ചാലുമൊക്കെ നിറഞ്ഞു നടക്കുന്ന അടുക്കളപ്പുറത്ത് പോയി അവിടെ അവരുടേതായ ഒരു പ്രതിഷേധ പാലുകാച്ചൽ കൂടി നടത്തുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ ഇത് എത്ര പേർക്ക് ഈ വാർത്ത അറിയാമെന്നറിയില്ല. ഇപ്പോൾ ലൈവായി ചിലപ്പോൾ വാർത്ത കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു പിന്നാമ്പുറം പിടികിട്ടുള്ളൂ. ഇല്ലാത്തവർക്ക് വേണ്ടി ഈ ഹരി തന്നെ ഒന്ന് എങ്ങനെയാണ് ഇത് ദേശീയപാത 66 ഭാഗമായിട്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന തലപ്പാടി ചെങ്ങള ഭാഗത്തെയും വെങ്ങളം രാമനാട്ടുകര ഭാഗത്തെയും 6 പാതയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കാനിരിക്കുന്നത്. കേരളത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ പേര് ശ്രീകണ്ഠൻ നായർ എന്നല്ല, സനോജ് നായർ എന്നാണ്. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്തെ 6 പാതയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും ചുക്കാൻ പിടിച്ച നിതിൻ ഗഡ്കരി കേരളത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ നിന്ന് CM-നെ വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷിനെ വിളിച്ചിട്ടുണ്ട്. പി രാജീവ്, വ്യവസായ വകുപ്പിൽ നിന്ന് പി രാജീവിനെ വിളിച്ചിട്ടുണ്ട്. ഈ കുടുംബമടക്കം വിളിക്കണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖറും, കുടുംബമടക്കം വിളിക്കണോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ചോദിച്ചത്. വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഒരു കൗണ്ടർ പറഞ്ഞോട്ടെ. കേരളത്തിലുള്ളവർ ഒന്നടങ്കം ഇപ്പോൾ കുടുംബത്തിനടക്കം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇവരിപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയാലും അമ്മയും മോനും മരുമോനും എല്ലാം കൂടെ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ പോകുള്ളൂ. അതല്ലെന്ന് കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം കുടുംബത്തിനടക്കം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുന്നു. ഉദ്ഘാടനം നടക്കുമ്പോൾ നേരത്തെ സനോജി പറഞ്ഞ പോലെ അവിടെ നടക്കാൻ പോയ കുറച്ച് ആൾക്കാരെയും കുറച്ച് അമ്മാവന്മാരെയും ഇനി അവിടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഉദുമ MLA CH കുഞ്ഞമ്പു നുള്ളിപ്പാടിയാണോ ഇനി അക്ഷരം മാറ്റി മുള്ളിപ്പാടിയാണോ എന്നറിയില്ല. എന്തായാലും അവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ട്. ഇനി ആ ഭാഗത്തൊക്കെ എത്തിയ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ വിളിച്ച് കുറച്ച് ആളുകൾ. അതെ അതെ അതെ. അങ്ങനെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ അവിടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ഉദ്ഘാടനം, അവർക്കൊരു ലഹരിയാണ്. കാരണം എന്ത് പെട്ടിക്കടയുടെ ഉദ്ഘാടനമാണെങ്കിൽ അവിടെ ഒരു ചുവന്ന നാട പിടിച്ച് കെട്ടിയിട്ട് അവർ ഉദ്ഘാടനം ചെയ്യും. ചുവപ്പ് നിർബന്ധമാണ്. അതെ, ചുവപ്പ് നിർബന്ധമാണ്. അപ്പം ഈ ചുവപ്പ് നാട പിടിച്ച് കെട്ടിയിട്ട് ഒരു കട്ട് ചെയ്യുക എന്നുള്ളൊരു ചടങ്ങ് അവർ നിർവഹിച്ച വരുന്ന വളരെ രസകരമായ ചില ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചാൽ തന്നെ അവിടെ ഗംഭീരമായ, സ്ട്രീറ്റ് ലൈറ്റിനേക്കാൾ എത്രയോ ലക്ഷം മുടക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനം നടത്തുന്നത്. അങ്ങനെ ഒരു ഉദ്ഘാടന പ്രഹസനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5000 രൂപ മുടക്കി പണിത ബസ് സ്റ്റോപ്പിന് 50 ലക്ഷം രൂപ വരെ കണക്കെഴുതി വെച്ചിട്ട് ഉദ്ഘാടനം നടത്തുക. അങ്ങനെ ഒരു രസകരമായ ആചാരം. ഒരു തമാശ മറുവശം കൂടെ പറയാണ്. ഈ പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിനും ഈ സ്ഥാപിക്കുന്ന മറ്റു സാധനങ്ങൾക്കും 5000 10,000 രൂപയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫ്ലക്സ് വയ്ക്കുന്ന കണക്ക് കേട്ടാണ് നമ്മൾ ഞെട്ടി. അതെ, ഫ്ലക്സ് വയ്ക്കുന്ന കണക്ക്. തിരുവനന്തപുരത്ത് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് വരെയും ഫ്ലക്സുകൾ വയ്ക്കും. അതെ, അതും അമ്മാവൻ്റെയും മരുമോൻ്റെയും മാത്രം പടം. അതെ, എൻ്റെ മുഖം എൻ്റെ തല. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കും തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ കണ്ടു വീണ ജോർജിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പടം. ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഇനി അവിടെ എത്തുന്ന ആൾക്കാരും ഈ ആരോഗ്യവകുപ്പിൽ വീണ ജോർജിൻ്റെ പടം കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി കയറണ്ട എന്നൊരു മുന്നറിയിപ്പാണ്. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇനി സ്കെൽട്ടൺ, അങ്ങനെ നമ്മൾ കളിയാക്കി പറഞ്ഞതല്ല, ഒരു മുന്നറിയിപ്പ് എന്ന പോലെ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ വെച്ചിട്ടുള്ളത്. ഒരു കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഒരു വലിയ ഡാൻസ് ഫെസ്റ്റ് നടന്നു. സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു ഫെസ്റ്റാണ്. 10-14 ദിവസം നീണ്ടു നിന്ന നിശാഗന്ധിയിൽ നടന്ന വിവിധ നൃത്തകലാരൂപങ്ങളുടെ ഡാൻസ് ഫെസ്റ്റ്. അതിൽ ഒറ്റ നർത്തകരുടെ പടം പോലും ഇല്ലായിരുന്നു. ഫ്ലക്സിലും അമ്മാവൻ്റെയും മരുമകൻ്റെയും പടം മാത്രം. അല്ല, ഇവർ നല്ല നൃത്തകരാണ്. പലയിടത്തും പല സൈഡിൽ ചാടി നൃത്തം ചെയ്യാനായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം വീട്ടിൽ ഗാർഹിക പീഡനം നടത്തിയിട്ട് നാട്ടിലുള്ള ഗാർഹിക പീഡനത്തിനെ മുഴുവൻ എതിർക്കുക, നാട്ടിൽ മുഴുവൻ നടന്ന് കൊലപാതകം നടത്തിയതിന് ശേഷം 52 വെട്ടി സ്വയം മരിച്ചു എന്ന് TP ചന്ദ്രശേഖരനെ പറയുക, ഇനി കൊലം കുത്തിയെന്ന് വിളിച്ചതിന് ശേഷം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാവുക, ഇങ്ങനെ പല ചടങ്ങുകളാണ് ഇവരുടെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഒന്നാന്തരം നൃത്തകരും നടന്മാരുമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവരുടെ ഫ്ലെക്സിൽ ഈ നൃത്ത പരിപാടിക്ക് ആപ്റ്റുമാണ്.
അപ്പം ഈ പ്രശ്നത്തിൽ ഇവിടെ ഈ ദേശീയപാത ഉദ്ഘാടനത്തിന് ഈ അമ്മാവനും മരുമോനും ഇനി ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ വരണം എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. പക്ഷെ അത് നടക്കില്ല എന്നാണ്. കാരണം ഇത് ചിലവ് ചുരുക്കി മതി. ഇനി അങ്ങ് ഇംഗ്ലണ്ടിൽ പോയി മണിയടിക്കാൻ പോയതുപോലെ സകല എണ്ണത്തിനെ വിളിച്ചുകൊണ്ട് മണിയടിക്കാൻ വരണ്ട എന്നാണ് പറഞ്ഞത് ചുരുക്കത്തിൽ. അല്ല, ശരിക്കും ഈ ഫ്ലക്സ് വൈപ്പ് പരിപാടിക്ക് ഒരു പണി കൊടുത്തത് നിതിൻ ഗഡ്കരിയാണ്. ഹരി ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, നമ്മുടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന് മുന്നിലുള്ള ഫ്ലൈ ഓവറിന്റെ ഉദ്ഘാടനം ഈ പറഞ്ഞതുപോലെ മരുമോഹൻ വൻ രീതിയിൽ വലിയ ഹൈപ്പിൽ വലിയ PR വർക്കിൽ ഫ്ലക്സ് ഒക്കെ വെച്ച് ഇതിന്റെ ഉദ്ഘാടനം തീരുമാനിക്കുന്നു. പക്ഷേ നിതിൻ ഗഡ്കരി ഇത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നു. പറ്റിയതാരാണ്? സത്യത്തിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന്, നീ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അല്ല, ഇവിടെ ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ ആലോചിക്കണം. നിതിൻ ഗഡ്കരി ഇല്ല ഈ ചടങ്ങിൽ. അതെ, നിതിൻ ഗഡ്കരി ഇല്ല. അദ്ദേഹമാണ് ശരിക്കും ഇതിൽ സാന്നിധ്യം ഉണ്ടാവേണ്ട. അദ്ദേഹം പോലും ഇല്ല. അതെ അതെ അതെ. എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെയും മറ്റും തിരക്കുകളിലാണ്. അപ്പോൾ ഒരു ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, ഇനി എന്താണ് പറയുകയെന്നറിയില്ല. ഇനിയിപ്പോൾ വോട്ട് വല്ലതും മാറ്റി ചെയ്താൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെൻഷൻ കാശ് വാങ്ങി തിന്നിട്ട് ഞങ്ങളെ മറിച്ച് വോട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ച ടീമാണ്. ഇനി ഇപ്പോൾ ഈ ഇലക്ഷനിൽ വല്ല പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വിളിക്കാത്തതുകൊണ്ട് BJP മാത്രം അല്ലെങ്കിൽ NDA മാത്രം പഴി കേട്ടാൽ മതി. ഇനി വോട്ട് വല്ലതും മാറ്റി ചെയ്തവർ പരാജയപ്പെട്ടാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇറങ്ങി നടന്ന് ചീത്ത വിളിക്കുന്ന ഒരു ചീത്തവിളി മഹാമഹാവും ഇനി കണ്ണൂരിലൊക്കെ നടന്നതുപോലെ ഇനി വീട് കയറി അടിക്കുന്ന അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കുന്ന ചടങ്ങുകളും കൂടെ കാണേണ്ടി വരുമോ എന്ന്. തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പരക്കം പായുകയാണ്. അതെ അതെ. ഈ അതിന്റെ മൊത്തം ഒരു അങ്കലാപ്പ് അവരിലുണ്ട്. എന്തെല്ലാം വിളിച്ചു പറയാൻ പറ്റുന്നു അതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് യേശുന്നില്ല എന്നുള്ളതാണ്. കാശ് കൊടുത്ത് ചാനലുകളെ കൊണ്ട് പറയിക്കുന്നു. ഇപ്പോൾ ന്യൂസ് മലയാളം 24/7 ഒക്കെ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് ഓരോ ചാനലിൽ അവർ ഓരോ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ഇനിയിപ്പോൾ ഈ 6 വരി പാതയുടെ ഉദ്ഘാടനത്തിൻ്റെ ഇതിന് വിളിക്കാത്തത് കൊണ്ട് അവർ 1-2 ചാനലുകൾക്ക് കരാറ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വഴിയെ പോകുന്ന ആളിനെ വിളിച്ച് കട്ടൻ ചായയും പരിപ്പോടെ മാറ്റി കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കുന്ന കാലമല്ല ഇത്. അതെ, ഈ കിറ്റും ഇപ്പോൾ പഴയതുപോലെ ഒന്നും കേൾക്കുന്നില്ല. അതെ അതെ. ഇനി എന്ത് ആണ് വർക്കൗട്ട് ആകുക എന്നുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ പാർട്ടി ഓഫീസിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇലക്ഷൻ അടുത്ത സമയത്ത് ഇനി ഒത്തിരി കാര്യങ്ങൾ, ഇത്തരം കെട്ടുകാഴ്ചകൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഫ്ലക്സായും ഇത്തരത്തിലുള്ള PR വർക്കായും വേറെ പല കാര്യങ്ങളിലൂടെയും ഇനിയും പുറത്തു വരാനിരിക്കുന്നത്. ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം പാപ്പിച്ചായൻ എൻ്റെ ദൈവമാണ്, കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സിനിമയിൽ പറയും പോലെ ഈ കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങിയല്ലോ ഇവർ. അതായത് ഒരു പാവം വയസ്സായൊരു മനുഷ്യനെ വിട്ട് അയാളുടെ കയ്യിലെ കാശെടുത്ത് നേരെ നിങ്ങൾ തന്നെ വരണം എന്ന് പ്രവർത്തന ഫണ്ടിൽ കൊടുക്കുന്നുള്ള രീതിയിൽ ഗോവിന്ദ മാസ്റ്ററിന് പൈസ കൊടുക്കുകയും ഇനി ആ പൈസ തിരിച്ചു കൊടുക്കുകയും പിറ്റേ ദിവസം അതേ ഈ മനുഷ്യൻ തന്നെ മറ്റു നാട്ടുകാരടുത്ത് പറയും ഇത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണമെന്ന് പാർട്ടിക്കാർ വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തതാണ്, അല്ലാതെ എനിക്കിതിനകത്ത് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് അയാൾ പറയുകയും പിന്നെ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും മാറ്റി പറയുകയും ഇങ്ങനെ പല ചടങ്ങുകളുമായിട്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നാളെ ഇതിൻ്റെ ഈ അഭിനയത്തിൻ്റെ ഒരു തുടക്കം ആയിക്കഴിഞ്ഞു. ഇനി മറ്റ് ട്രെയിലർ ആയിക്കഴിഞ്ഞു. ഇനി പടം ഇനി എങ്ങനെയുണ്ടെന്നാണ് ഇനി അറിയേണ്ടത്. കാര്യം ഇവർ കൈവച്ച മേഖലകളെല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ കാര്യമാണെങ്കിൽ പറയണ്ട. ആഭ്യന്തരം പിന്നെ ഇപ്പോൾ പോലീസുകാർക്ക് പോലും പേടിയായി തുടങ്ങി. നാട്ടിൽ പോലീസുകാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അവരുടെ കാര്യം ആലോചിച്ചിട്ട് വലിയ കഷ്ടമാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുല്ലേ, പോലീസുകാരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുന്ന ചെറുപ്പക്കാർ. വീട്ടിൽ കയറി അടിക്കാൻ നീ ആരാടാന്ന് പോലീസുകാരുടെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു കേരളത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പം ക്യാപ്സ്യൂളും പഴയതുപോലെ ഒന്നും ഇറങ്ങുന്നില്ല. അല്ല, ഇവര് SFI നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാളിലിട്ട് ഒരു പോലീസുകാരനെ തല്ലിയത്. അപ്പം പോലീസുകാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനുള്ള കാര്യം ഒരു ഉപകരണമാണ് എന്നിവർ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ വേറെ ചില കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. അത് ക്ഷേത്രത്തിൽ ഗണഗീതം പാടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗണഗീതമോ ദേശീയ ഭക്തിഗീതമോ ഒക്കെ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുക. വകുപ്പ് മന്ത്രിയുടെ പ്രണയലീലാവിലാസങ്ങൾക്ക് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പൊ അടിയന്തര സഹായത്തിന് 112 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. നമുക്ക് ആർക്ക് വേണോ അതിൽ വിളിക്കാം. നമ്മളെ ഉറപ്പായിട്ടും പോലീസ് രക്ഷിക്കും. പക്ഷെ നമ്മൾ മന്ത്രി ആയിരിക്കരുത്. അതെ, ഗണേഷ് കുമാർ ഇനി എവിടെ പോയാലും ഈ പരിപാടിക്ക് മുന്നേ 21 ആചാരവടി മുകളിലോട്ട് പൊട്ടിച്ചിട്ടാണ് അവിടെ കാവൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ രീതിയിലൊക്കെയാണ് ഇവരുടെ ഒരു
കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം, ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ ഈ കോമഡി ഷോ. ഈ അതുവരെയും അഭിനയിക്കട്ടെ, ആടിത്തിമിർക്കട്ടെ. ഇതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ അംഗം കുറിക്കാൻ പ്രധാന സേവകൻ ഇന്ന് കൊച്ചിയിലെത്തുകയാണ്, കേരളക്കരയിലെത്തുകയാണ്. ഇന്ന് മുതൽ BJP അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി അവർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് അതിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കും. നാളെ മുതൽ ഇപ്പോൾ ഏറെക്കുറെ പ്രഖ്യാപിതമായതുപോലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള നാളുകൾ BJP ഇപ്പോൾ ഒരുപടി മുന്നേറുകയാണ് എല്ലാ കാര്യങ്ങളിലും. തെരഞ്ഞെടുപ്പ് ഓഫീസിൻ്റെ ഉദ്ഘാടനമായാലും അവരാണ് ആദ്യം ചെയ്തത്. മറ്റിടത്തൊക്കെ ഇപ്പോഴും ഈ പിടിവലികളും ചരടുവലികളും ആർക്ക് ആര് എന്ത് എങ്ങനെയെന്നൊക്കെ ആലോചിക്കുന്നേ ഉള്ളൂ. അമ്മാവൻ വേണോ മരുമകൻ വേണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അതൊക്കെ തീരുമാനമാവട്ടെ. എന്തായാലും ഒരു ആക്ഷൻ സിനിമ നടക്കുമ്പോൾ ഒരു കോമഡി ട്രാക്കും കൂടെ സൈഡിൽ കൂടെ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ. അതെ അതെ അതെ. നമസ്കാരം. നമസ്കാരം.